അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഗൾഫിൽ നല്ലൊരു കാലം അധ്വാനിച്ച് കിട്ടിയ തുക മുഴുവൻ ഭാര്യയുടെ പേരിൽ ബാങ്കിലിട്ടിട്ട് ഒടുവിൽ ഭാര്യയാൽ ചതിക്കപ്പെട്ട ഒരു പ്രവാസിയുടെ ഒരു അനുഭവമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ പങ്കുവെക്കുന്നത്. പ്രവാസികൾ നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണാം. എല്ലാവരുടെ ഭാര്യമാരും ഇങ്ങനെയൊന്നുമല്ല, പക്ഷേ ഈ ഒരു പ്രവാസിയുടെ അനുഭവം നമുക്കൊരു വലിയൊരു പാഠാണ്. അപ്പോൾ ഈ ഒരു പ്രവാസി ഗൾഫിലൊരു സെക്യൂരിറ്റി ജോലിയാണ് കിട്ടിയത്, വലിയൊരു കമ്പനിയിലെ ഒരു ഓഫീസിൻ്റെ സെക്യൂരിറ്റി. ഇദ്ദേഹം ഒരു വേണ്ടാത്തരത്തിനും പോവാതെ പരമാവധി കാശൊക്കെ സ്വരൂപിച്ച് വെച്ചിട്ട് മക്കളൊരു നല്ല നിലയിലാക്കണം എന്ന് ആഗ്രഹിച്ചു. ഇയാൾ ചെയ്തത് നല്ലൊരു വീട് വെച്ചു. ഭാര്യനും ഇയാൾക്കൊരു പെൺകുട്ടിയും 2 ആൺകുട്ടികളാണുള്ളത്. താൻ തൻ്റെ നല്ലൊരു കാലം കഴിഞ്ഞാൽ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലാകും, അതുണ്ടാവരുത് എന്ന് കരുതിയിട്ട് വീടിനോട് ചേർന്നതിന് ഒരു കടമുറി, ഒരു 5 കടമുറികളുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി. 2 നിലയുള്ള ബിൽഡിങ് വാടകയ്ക്ക് കൊടുത്താൽ ഇൻഷാ അല്ലാ ഈ പ്രവാസം മതിയാക്കിയിട്ട് വീട്ടിൽ വന്നാലും കഴിയാലോ എന്ന് കരുതി. ഇയാൾക്ക് തോന്നി ഇതും പോരാ, തൻ്റെ കുടുംബത്തിന് ജീവിക്കണ്ടേ. അങ്ങനെ ഒരു കോട്ടേഴ്സ് മുറി, ഒരു 8 കോട്ടേഴ്സ് മുറി അടങ്ങുന്ന ഒരു കോട്ടേജ് ഇയാൾ ഉണ്ടാക്കി. കിട്ടുന്ന തുക മുഴുവൻ പലരുടെയൊന്നും കുറിയിൽ ചേർന്നിട്ട് പലതിലൊക്കെ ചേർന്നിട്ട് എക്സ്ട്രാ ടൈമുകൾ വർക്ക് ചെയ്തിട്ട് ഇടയ്ക്ക് ഇയാൾ ടാക്സി ഓടുന്നുണ്ട്. ഇങ്ങനെ ഓവർ ടൈം പണിയെടുത്തൊരു ഗൾഫിലുള്ള പ്രവാസിക്കറിയാം. അപ്പോൾ ഇയാളുടെ ശാരീരിക ആരോഗ്യങ്ങളൊക്കെ ക്ഷയിക്കാൻ തുടങ്ങി, ലൈംഗിക ആരോഗ്യങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങി, ക്ഷയിക്കാൻ തുടങ്ങി. കാരണം അവിടുത്തെ ഒരു വെള്ളം, അവിടുത്തെ ഒരു താമസം, മാനസിക സംഘർഷം, അതൊന്നും ഇയാൾക്ക് കിടപ്പറയിൽ ഒരു വിജയിയാകാൻ പറ്റിയിരുന്നില്ല. ഇതൊക്കെ ഒരു ഭാര്യയുമായിട്ടുള്ളൊരു മാനസികമായ അകൽച്ചയ്ക്ക് കാരണമായിരുന്നു. ഇനി മകളെ കെട്ടിക്കാൻ നേരത്തും ഞാൻ ഇതുപോലെ കുടുങ്ങുന്നു കരുതിയിട്ട് തന്നെ കുറച്ച് കാശ് കടം വാങ്ങിയിട്ട് ഒരു 80 പവൻ സ്വർണം എടുത്തു വെച്ചിട്ട് ലോക്കറിൽ സൂക്ഷിച്ചു. അതോടൊപ്പം തന്നെ മകളുടെ കല്യാണക്കാരും വരുന്ന സമയത്ത് പണത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ട് കുറച്ചേറെ കാശ് സ്വരൂപിച്ച് വെച്ചിട്ട് അതും ബാങ്കിൽ എന്ത് ചെയ്ത് സൂക്ഷിച്ചു. അങ്ങനെ ഇതൊക്കെ ഭാര്യയുടെ പേരിലുള്ള അക്കൗണ്ടിലാണ് ഇട്ടത്. കാരണം കൈകാര്യം ചെയ്യാൻ എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഭാര്യയാണല്ലോ നല്ലത്. അപ്പോഴൊക്കെ ഇയാളെ ഉമ്മ പറയലുണ്ട്, എൻ്റെ പൊന്നു മോനെ, ഇങ്ങനെ നീ എല്ലാം കൂടിയിട്ട് ഒരു മെഴുകുതിരിയാവണ്ട, നീ കുറച്ചൊക്കെ ഒന്ന് നാട്ടിൽ ജീവിക്കാൻ നോക്ക്, ഭാര്യയോടും മക്കളോടൊക്കെ ഒപ്പം ജീവിക്കാൻ നോക്ക്. നിന്റെ മക്കളോടുള്ള ഭാര്യയുടെ അറ്റാച്ച്മെൻറ്റ് കുറയും, നീ വെറും ഒരു ATM മെഷീന് മാത്രമായിട്ട് മാറുകയാണെന്നൊക്കെ ഉമ്മ പറഞ്ഞപ്പോഴും സഹോദരങ്ങൾ പറഞ്ഞപ്പോഴും ഇയാൾ ഒരിക്കലും അത് വിശ്വസിച്ചില്ല. കാരണം തന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഭാര്യ വീട്ടുകാർ, അതിനാണ് ഇയാൾ പ്രാമുഖ്യം കൊടുത്തത്. സ്വന്തം മകളുടെ കല്യാണക്കാര്യം വന്നപ്പോൾ ഇയാൾക്ക് വലിയൊരു പ്രതീക്ഷയായിരുന്നു, സാമ്പത്തികമായിട്ട് ഇനി പ്രശ്നമൊന്നും വെക്കണ്ട. അങ്ങനെ മകളുടെ ഒരു കല്യാണക്കാര്യം വന്നു. അങ്ങനെ നോക്കുന്ന സമയത്താണ് ഈ ഗോൾഡ് ഇയാൾ ലോക്കറിൽ സൂക്ഷിച്ചിട്ട്, ഭാര്യയുടെയും കൂടി പേര് സൂക്ഷിച്ച് ലോക്കറിൽ നിന്നുള്ള സ്വർണ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഭാര്യ പല ഇടപാടുകളും നടത്തിയിട്ടുണ്ട്. ഒന്ന് ഇവരുടെ ആങ്ങളൊക്കെ കൊടുത്തു. അയാളെന്തോ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പണയം വെക്കാൻ വേണ്ടി കൊടുത്തതാണ്. സമയത്തിന് അത് കിട്ടിയില്ല. അത് ഇയാളെല്ലാം തകർത്തു. കാരണം അത് ഭാര്യ കാട്ടിൽ വിശ്വാസവഞ്ചനയാണ്. കാരണം ഈ ഭാര്യയുടെ പേരേക്ക് ലോക്കറിൽ സൂക്ഷിച്ചത് കല്യാണം വരുമ്പോൾ അത് കിട്ടാനാണ്. പക്ഷേ ഇപ്പോൾ സാധനം എവിടെ ഇല്ല, പകുതിയിലേറെ സ്വർണ്ണം അവിടെ ഇല്ല. അവൻ്റെ കയ്യിലാണെങ്കിലും അവൻ്റെ ബിസിനസ് തകർന്നിട്ട് ആ സ്വർണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. കാശിൻ്റെ കാര്യം നോക്കുമ്പോൾ ഇവള് പല കാര്യത്തിനും ഈ കാശ് എടുത്തിട്ട് കാശ് കുറച്ചേ ഉള്ളൂ. ഇവള് ഭർത്താവ് അറിയാതെ ഇതിൽ നിന്ന് കാശ് ചെലവഴിച്ചിട്ട് ഇപ്പം കല്യാണക്കാരും വന്ന് നോക്കുമ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥ. ഈ മനുഷ്യരിങ്ങനെ ആലോചിച്ചു, ഇത്രയും കാലം ഈ ഗൾഫിൽ എന്തൊക്കെ പത്രാസുകളുണ്ട്, ദുബായിൽ പോയി സുഖിക്കുന്നവരുണ്ട്, ഒരു ഡാൻസ് ബാറിൽ സന്ദർശിക്കാതെ കുടുംബത്തിന് വേണ്ടി മാത്രം ഒരുക്കി ഈ മനുഷ്യർക്ക് ശിഷ്ടകാലം കിട്ടിയത് അത് ഇയാളുടെ മനസ്സിൽ വല്ലാത്തൊരു നോവായിട്ട് മാറി. പ്രവാസികളെ, ഞാൻ കുറ്റം പറഞ്ഞതല്ല, നിങ്ങളുടെ ലൈഫൊന്നും ഇങ്ങനെയാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാവരുടെ ഭാര്യമാരും ഇങ്ങനെ എന്നല്ല, 1% ഭാര്യയ്ക്ക് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന, ഭർത്താവ് അയക്കുന്ന കാശൊക്കെ സേവ് ചെയ്ത് വെക്കുന്ന, അതിൽ ഭർത്താവിന് തന്നെ തിരിച്ചു കൊടുക്കുന്ന നല്ല ഭാര്യമാരാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ വലിയ പ്രയാസമായി. ഇയാൾക്ക് പിന്നെ ജോലിയൊക്കെ അത് ബാധിക്കാൻ തുടങ്ങി. അങ്ങനെ മകളുടെ കല്യാണക്കാരും വന്നു. അപ്പോൾ ഇയാൾക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നത് നല്ലൊരു കുടുംബത്തിന് കല്യാണം. അപ്പോൾ ഭാര്യയുടെ വീട്ടുകാരും കൂടി കണ്ടെത്തിയൊരു ആളെയാണ് നിക്കാഹിന് ഉറപ്പിച്ചിട്ടാണ് ഇയാളോട് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ഈ പെണ്ണ് ഇവർക്കൊരു ചെക്കനെ അന്വേഷിക്കുമ്പോൾ ഒരു വാപ്പ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അപ്പോൾ ഇവർ മാനസികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കുറേ ദാമ്പത്യ പ്രശ്നങ്ങളും മറ്റു പല പ്രശ്നങ്ങളിലൊക്കെ മാനസികമായിട്ട് ഇവർക്കൊരു അകൽച്ചുണ്ട്. ആ അകൽച്ച അങ്ങനെ പല കാര്യത്തിലും വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. സ്വന്തം ഭാര്യയുടെ ആങ്ങളെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. വേറൊരു ആങ്ങളെയും ഓർക്ക് ഇഷ്ടം പോലെ, കാരണം എടുത്തു കൊടുക്കന്നെ, പെങ്ങൾ എടുത്തു കൊടുക്കന്നെ, കാരണം പെങ്ങളുടെ പേരിലല്ലേ വന്ന് ഒരു കരഞ്ഞ് ചോദിക്കുകയാണ്, ഇത് താത്ത ഇതില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയാണ്, ഇവള് പാവല്ലേ എന്ന് കരുതി എടുത്തു കൊടുക്കുകയാണ്. ഒരിത് എടുത്തിട്ട് കാശ് തിരിച്ചു തരുന്നില്ല, സ്വർണം എടുത്തു തരുന്നില്ല. അത് ആ ബിസിനസ്സൊക്കെ അവിടെ മലേഷ്യയിൽ പോയിട്ട് ഒരു ഹോട്ടൽ തുടങ്ങി അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവർ കൈയൊഴിഞ്ഞു പോയി. ഇവളെന്താ ചെയ്യണത്? ഇവള് അവസാനം സ്വന്തം മകളുടെ കല്യാണക്കാർ വന്ന് നോക്കുമ്പോൾ സ്വർണ്ണവും ഇല്ല, കാശും ഇല്ലാത്തൊരവസ്ഥ. അവസാനം ഈ കല്യാണം
ഇയാളോട് കൃത്യമായിട്ട് അന്വേഷിക്കാതെ അവരെന്നെ ആദ്യം തീരുമാനിച്ചിട്ട് നിക്കാഹിൻ്റെ ഒക്കെ എത്തിയിട്ട് ചെക്കൻ വന്ന് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി ഒക്കെ ഉറപ്പിച്ചതിന് ശേഷമാണ് പറഞ്ഞത്. അപ്പോൾ ഇയാൾ ചോദിച്ചു, അല്ലെങ്കിൽ ഈ ചെക്കനെ അന്വേഷിച്ചോ? ഇയാളുടെ കുറേ കൂടുതൽ ജോലി ചെയ്യുന്ന ഓഫീസിലൊക്കെ ഉള്ള പലയിടത്തും പല നാട്ടിലും ഉണ്ട്. അന്വേഷിച്ചു നമ്മൾ ഈ ചെക്കനെ കുറിച്ച് നല്ല വർത്താനമല്ല കേട്ടോ. എന്നാൽ കുടുംബം അത്ര വലിയൊരു കേമല്ല. ഇവൻ പല MDM പല കേസുകളിലുണ്ട്. പെണ്ണിന് വീട്ടുകാർ നല്ല കുടുംബമാണ്, അത്യാവശ്യമാണ് വേണ്ടി ഉറപ്പിച്ചിക്കാണ്. ഇയാൾ പറഞ്ഞാൽ ചെക്കനെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്, നമുക്കത് വേണം, നമ്മുടെ മോള് കുടുങ്ങൂലേ, നിങ്ങളതൊന്നും അറിയേണ്ട, നിങ്ങളെ കൈ കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാൽ മതി. ബാക്കിയൊക്കെ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ വല്ലാത്ത വേദനയായി. സ്വന്തം മകൾ പോലും മനസ്സിലാക്കില്ല. 1 വർഷം കഴിഞ്ഞു മകൾക്ക് ലൈഫ് മനസ്സിലാവാൻ തുടങ്ങി. ഇയാളെ പീഡനം സഹിക്ക വയ്യാതെ ഒരുപാട് സങ്കടം പറഞ്ഞപ്പോൾ ആ മോളോട് വാപ്പ പറഞ്ഞു, പൊന്നു മോളെ, എൻ്റെ കയ്യിലല്ല ഇപ്പം എൻ്റെ ജീവിതം. നിനക്ക് വേണ്ടി സ്വരൂപിച്ച സ്വർണം മുഴുവനും നിൻ്റെ ഉമ്മ നശിപ്പിച്ചു കാശ്. എന്നിട്ട് വീണ്ടും നിൻ്റെ കല്യാണത്തിന് ഇറക്കാനത് പറയാണ്, പെണ്ണിന് ഇത്ര പണ്ടം വേണ്ടേ, കാശ് കൂടുതലാണ് സ്വർണത്തിൽ, എന്നാലും കുറച്ച് കൊടുക്കണ്ടേ. അപ്പോഴും ഈ മനുഷ്യൻ കടം മേടിച്ചിട്ടാണ് ആ പെണ്ണിൻ്റെ സ്വർണം കൊടുത്തത്, അല്ലാതെ ഈ സ്വർണ്ണം എടുത്തുണ്ടായ ആങ്ങളമാരൊന്നും കൊടുത്തില്ല. ഈ മനുഷ്യൻ ശരിക്കും ഒറ്റപ്പെട്ട പോലെ തോന്നി. സ്വന്തം ഭാര്യയിൽ നിന്നൊരു സന്തോഷവും കരുതലുമില്ല. സ്വന്തം മക്കൾ മനസ്സിലാക്കിയില്ല. ഇപ്പോൾ ഇടങ്ങേറിൽ കുടുങ്ങിയപ്പോഴാണ് മകള് വിളിച്ച് പറയണത്. മകളോട് ഇയാൾ പറഞ്ഞു, ഒന്നിനും പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ. ഞാനീ പറഞ്ഞത് അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു മാനസിക സംഘർഷം, കൃത്യമായി ഭക്ഷണമില്ലായ്മ. ആ പ്രവാസി 35 വർഷത്തോളം ഗൾഫിൽ നിന്ന് ആ പ്രവാസി കഴിഞ്ഞ ദിവസമാണ് അവിടെ നിന്ന് മരണപ്പെട്ടിട്ട് ആ കമ്പനിയിൽ നിന്ന് അപ്പോൾ ഭയങ്കര കരച്ചിലായി പിരിച്ചിലായി. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ വില കൊടുക്കാത്ത ഒരാളുടെ മരിച്ചതിന് ശേഷം ആ വില കൊടുത്തിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ കാരണം എന്നെ സ്നേഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ആ സ്നേഹങ്ങൾ കാണിക്കേണ്ടത് ഞാൻ മരിച്ചതിന് ശേഷം കാണിച്ചിട്ട് എന്താണ്? ജീവിച്ചിരിക്കുമ്പോഴുള്ള കുറ്റങ്ങൾ പറയും, എല്ലാ കുറവുകളും പറയും. മരിച്ചതിന് ശേഷം പറയും, അയ്യോടാ പാവം നല്ല ആളായിരുന്നു. അങ്ങനെ എന്താണ് അതിൽ കാര്യം? നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ആ സ്നേഹം കാണിക്കുക. ആ മനുഷ്യൻ മരിച്ചങ്ങൾ വന്നപ്പോൾ ആ കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്ന കാശ് വാങ്ങാൻ പോലും ആ പെണ്ണിനൊരു മടി ഉണ്ടായിരുന്നില്ല. നഷ്ടപരിഹാരമായിട്ട് അവരെത്രയും കാലം അവിടെ വർക്ക് ചെയ്തതല്ലേ, അവരത്രയും കരുതലോടുകൂടി കണ്ടിരുന്നതല്ലേ. ഇനിയിപ്പോൾ പണം കിട്ടിയ ആ മക്കൾക്കും ഭാര്യയ്ക്കും മനസ്സിലായി ഇതായിരുന്നു യഥാർത്ഥ ലൈഫ്. എന്നാലും ഒരു സന്തോഷവതികളാണ്. കാരണം അവർക്ക് വരുമാനത്തിന് എന്തുണ്ട്? ക്വാർട്ടേഴ്സ് ഉണ്ട്, പീഡിക മുറിയുണ്ട്. പക്ഷേ നമ്മുടെ ഖബറിലേക്ക് എത്തുന്ന നന്മകളായിട്ട് മാറ്റാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് നഷ്ടത്തിലായിപ്പോവും. ഈ പ്രവാസിയുടെ ഇങ്ങനെ കുറേ പ്രവാസി ജീവിതങ്ങളുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഓരോ പ്രവാസികളും അല്ലാത്തവരും കേൾക്കാം. ചിലപ്പോഴൊക്കെ ഏകപക്ഷീയമായ കേസ് കൊടുക്കലും ആക്രമണവും കാരണം പലരുടെ ലൈഫ് തകരലുണ്ട്. ചിലയിടത്തൊക്കെ ഭർത്താക്കന്മാരാണ് പ്രശ്നങ്ങളെങ്കിൽ ചിലയിടത്ത് ഭാര്യമാരാണ്. ദാമ്പത്യം എന്നുള്ളത് ഒരു കൊടുക്കൽ വാങ്ങലാണ്. കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ തുറന്ന് സംസാരിച്ച് പരിഹരിച്ചിട്ട് സന്തോഷത്തോടെ പോവുക. ഒരു 4 ദിവസം ഈ ഭാര്യമാരെന്നവിടെ ഗൾഫിൽ കൊണ്ടിടുക. പലരും ഭാര്യമാരെ കൊണ്ടുപോയിട്ട് ലക്ഷറി സൗകര്യങ്ങളാണ് കൊടുക്കണതേ. അപ്പോൾ ഈ ഭാര്യ കരുതാണ് ഫ്ലാറ്റിൽ നല്ല ലൈഫല്ലേ, സുഖം, ചോറ് വെക്കണ്ട, ചായ വെക്കണ്ട, അതൊക്കെ ഹോട്ടലിൽ നിന്ന് എന്തല്ലേ, ആരും പേടിക്കണ്ട, ഇത്രയും നല്ല സുന്ദരമായ ഒരു ഫ്ലാറ്റ് ലൈഫ്. ഇവിടെ ഒരു ലേബർ ഇതായിട്ട് തൊഴിലാളിയായിട്ട് ലേബർ ക്യാമ്പിൽ ജീവിക്കുന്ന ഒരു പഴയകാല പ്രവാസിയുടെ അനുഭവം ഭാര്യ അറിയണില്ലല്ലോ. ഒരു 4ഉം 5ഉം ഇത് ബെഡ് ഷെയർ ചെയ്യുന്ന, ബാത്റൂമിൽ പോകാൻ ക്യൂ നിൽക്കുന്ന, ഉറക്കമില്ലാത്ത, നേരം പുലരുമ്പോൾ തന്നെ ജോലിക്ക് പോകേണ്ടി വരുന്ന, പാതിരാത്രിക്ക് വന്ന് ഉറങ്ങേണ്ടി വരുന്ന പ്രവാസിയുടെ അനുഭവം അല്ലല്ലോ ഭാര്യ അറിയണത്. അവർ കരുതുന്നത് എന്ത് സുഖമല്ല, എത്ര പിസ്തങ്ങൾക്ക് തിന്നാം, എത്ര അണ്ടിപ്പരിപ്പാ തിന്നാം, ഈന്തപ്പഴം ആ വഴിയിൽ ഇങ്ങനെ കിടക്കല്ലേ. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ കണ്ണിമാങ്ങ പറിക്കണ പോലെ ഈന്തപ്പഴം പിസ്തിയും അണ്ടിപ്പരിപ്പൊക്കെ പറിച്ചെടുത്ത് തിന്നുന്ന ആൾക്കാരല്ലേ ഗൾഫിൽ. അപ്പോൾ ഈ ഒരു ധാരണ, നമ്മൾ തന്നെ കുറേ കുറ്റക്കാർ, നമ്മൾ അവരെ കൊമ്പത്ത് കയറ്റി വെച്ചതിന് ശേഷം പിന്നെ മേലെന്നുള്ള വീഴ്ച ഭയങ്കര ആഴത്തിലുള്ള വലിയൊരു വീഴ്ചയാവും. എന്തായാലും ഈ ഒരു പ്രവാസിയുടെ അനുഭവം ഒരുപാട് പേർക്കുണ്ടാകുന്ന അനുഭവമാണ്. അപ്പം ഞാനിത് പറഞ്ഞത് നമ്മളൊന്ന് കരുതൽ, നമ്മുടെ ലൈഫിൽ ഒരു കരുതൽ ഉണ്ടാവുക. ഇന്നിപ്പോൾ ആ മക്കളും ഭാര്യയൊക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അയാൾ ഉണ്ടാക്കി വെച്ച പീഡിക മുറിയുണ്ട്. പക്ഷേ ആ മനുഷ്യൻ സന്തോഷിക്കാതെയാ മരിച്ചുപോയത്. അത്ര അവസ്ഥ ഒരു പ്രവാസിയും സ്വയം ഉണ്ടാക്കി വെക്കരുത്. 4 മദ്ഹബുകളിലെ ഒരു ഇമാമാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം മക്കയിലാണോ ഉണ്ടായിരുന്നത്, മദീനയിലാണോ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇതിന് ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.